സ്ക്രീൻ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ രണ്ടായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമയത്ത് നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മലപ്പുറത്ത് ഒരു വിഭവസമൃദ്ധമായി ഫൈസൽ ബാഫക്കി തങ്ങളുടെ വീട്ടിൽ വിരുന്നുണ്ടുകയായിരുന്നു. 2018 പ്രളയത്തിന് ശേഷം പ്രളയത്തിന്റെ ആ ഘട്ടത്തിൽ ഞാൻ വീണ്ടും എനിക്ക് ഓർമ്മയുള്ളത് നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്നാണ് ചോദിച്ചത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന് അത് ചോദിച്ചത് പിണറായി വിജയനാണ്. അതായത് അന്ന് മുഴുവൻ നിശ്ചയിച്ച പരിപാടികൾ മുഴുവൻ റദ്ദ് ചെയ്ത് അദ്ദേഹം വാർ റൂം തുറന്നുകൊണ്ട്, അദ്ദേഹത്തിന്റെ ഓഫീസിൽ വാർ റൂം തുറന്നുകൊണ്ട് 24/7 വാർ റൂം തുറന്നുകൊണ്ട് അദ്ദേഹം കാര്യങ്ങളെ ഏകോപിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ആ സമയത്ത് ക്ഷീണിതനായിരുന്നു. അദ്ദേഹത്തിന് വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഈ വാർ റൂം തുറന്നുകൊണ്ട് അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം പട്ടിണി കിടന്നോ എന്നല്ല ചോദിക്കേണ്ടത്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു അദ്ദേഹം പട്ടിണി കിടക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ. അതൊരു പരിഹാസമാണ്. പക്ഷേ അദ്ദേഹം അറിയാത്ത അങ്ങനെയെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ അവിടെ. അദ്ദേഹം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നെങ്കിലും പറയണ്ടേ? അവിടെ ഒരു ഏകോപനം എന്ന നിലയ്ക്ക് ഒരാൾ മുൻകൈയെടുത്ത് ഇറങ്ങുകയാണ് എന്നുള്ളത്. ചില സത്യങ്ങൾ, വസ്തുതകൾ നമുക്ക് പറയാതെ പോകാൻ പറ്റുകയില്ല. കാരണം രണ്ട് സാഹചര്യമാണ്, രണ്ട് ഉദാഹരണങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഏതാണ് നല്ലത് എന്ന് നമുക്ക് ഒന്ന് തട്ടിച്ചു നോക്കാൻ കഴിയുന്നു. പ്രത്യേക ചിത്രത്തിൽ വലിയ ക്രൈസിസുകൾ അനുഭവിക്കുന്ന ഒരു സമൂഹം എന്ന നിലയ്ക്ക് ചിലപ്പോൾ നമ്മൾ നേരിട്ട് ബാധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മുടെ ഭാഗമാണ് ഇതൊക്കെ. അതിനോട് നമ്മൾ താതാത്മ്യപ്പെടും. നമുക്ക് ആ രീതിയിലുള്ള മനസ്സും കൂടിയുള്ള ആളുകളാണല്ലോ മലയാളികൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ദുരന്തത്തിനോട് എങ്ങനെയാണ് അവരതിനെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതൊക്കെ മാതൃകയായ ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്നുള്ളത്. മുൻകാലങ്ങളിൽ നമുക്കത് അറിയുകയും ചെയ്യാം. നമ്മളെങ്ങനെയാണ് ഒരു ജനതയെ നേരെ നട്ടലോടെ ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ ശീലിപ്പിച്ചത് എന്നുള്ളത്. അതിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ദുരഭിമാനം പോലും ഒരു മനുഷ്യർക്ക് തോന്നാത്ത വിധത്തിൽ അവരെ ഏത് തരത്തിലാണ് ജീവിപ്പിച്ചത്, പുനരുജ്ജീവിപ്പിച്ചത് എന്നൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് നമ്മളൊന്നിച്ചിറങ്ങുകയല്ലേ എന്നുള്ളത്. ആ ചോദ്യവും ആ ധൈര്യവും മതി. ഇന്നാട്ടിലെ CPM-കാർ മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ക്രൈസിസ് മാനേജർ എന്ന പേര് കൊടുത്തത് എന്ന് വിചാരിക്കുന്ന ആളെയല്ല ഞാൻ. അത് ഒരു വിഭാഗം ജനതയെങ്കിലും അത് അംഗീകരിച്ച ഒരു കാര്യമാണ്, അതുള്ളതാണ്. ആ ഘട്ടത്തിൽ ആണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്. ഏത് വിരുന്ന്, ഹെലികോപ്റ്റർ, സ്വർണ്ണക്കട ഉദ്ഘാടനം. അപ്പൊ ഇന്നാട്ടിലെ ആളുകൾ ചോദിക്കില്ലേ, ഞാനൊന്ന് ഭക്ഷണം കഴിച്ചതിനാണോ? എന്തൊരു നാടകീയമായിട്ടാണ് അദ്ദേഹം അതിനെ സംഭവിക്കുന്നത്. അതിനിടയിൽ വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, കാര്യങ്ങൾ. അല്ല, അതിലൊരു പ്രയോറിറ്റി പ്രശ്നമുണ്ടല്ലോ, ഒരു ഔചിത്യക്കുറവില്ല ആ കാര്യം. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചതിനാണോ പ്രശ്നം? ഇതാണ്. അതായത് രണ്ട് ബധിരന്മാർ സംസാരിക്കുന്നത് പോലെയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ആ ഘട്ടത്തിൽ സംസാരിച്ചത്. ആ ചോദ്യം കേൾക്കില്ല. ഞാനൊന്ന് ഭക്ഷണം കഴിക്കുന്നതിനാണോ പ്രശ്നം? ഞാനൊന്ന് ഭക്ഷണം കഴിച്ചതിനാണോ പ്രശ്നം? ഒരു പട്ടിണിപ്പാവം അവിടെ ഇരുന്ന് കരയുന്നത് പോലെ തോന്നി എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ല സംഭവിക്കേണ്ടത്. കാരണം നമുക്ക് മുമ്പിൽ ചില ഗതികൾ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. അതാണ് 2018 അതിനുശേഷമുള്ളതും ഈ പറയുന്ന പോലെ മഹാമാരികളും ചൂരൽമല മുണ്ടക്കയും. ആ സമയത്ത് മറ്റൊരു ഗവൺമെന്റ്, മറ്റൊരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ഉദ്യോഗസ്ഥ തലം ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു പ്രവർത്തനങ്ങൾ, അതായത് ദുരന്തമുഖത്ത് എങ്ങനെയാണ് ഫലപ്രദമായി കേരളം അതിനെ അഭിമുഖീകരിക്കുന്നത്, അതിൽ ഇടപെടുന്നത് എന്നുള്ളത് മാതൃകാപരമായി തന്നെ കണ്ടുകൊണ്ടിരുന്ന ഒരു ജനതയാണ് നമ്മൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.